ഭഗവാനെ വിഘ്നേശ്വര, ഭഗവാനെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. കാത്തുരക്ഷിക്കണേ. ആശാനില്ലാതെ ഒരുക്കണ ഓണസദ്യയാണ്. അപകടങ്ങളില്ലാതെ കാത്തുരക്ഷിക്കണം പൊന്നു തമ്പുരാനേ. കെട്ടെടുത്ത തലയിലേക്ക് വെച്ചു ശബരിമലക്ക് പോവല്ല. ഞാൻ വെറുതെ പറഞ്ഞല്ല, ആശാനില്ലാത്ത പരിപാടിയാട്ടാ. എന്തായി തീരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇയാൾക്ക് എന്തൊരു ടെൻഷനാണോ? കഴിഞ്ഞ ഓണത്തിന് ആശാനില്ലാന്നിട്ട് അവിട്ടം പൂരിട്ടാ ഉത്തിട്ടാ എല്ലാം ഞാനല്ലേ. ആശാനില്ലാത്ത പാചകമൊക്കെ ജനങ്ങൾ സഹിക്കും. പക്ഷെ ഈ രുചിയില്ലാത്ത പാചകം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇത് വെറും അപ്പ ഉപ്പ ടീമുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാചകമല്ല. പിന്നെ സിനിമാ നടൻ, മലയാള സിനിമയിൽ ഇപ്പൊ അറിയപ്പെടുന്ന സൂപ്പർ ഹാസ്യതാരം സാജു നവോദയ പാഷാണം ഷാജിക്ക് വേണ്ടിയിട്ടാണ് ഈ പാചകം ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാം, കറക്റ്റായിട്ട് ഉണ്ടാക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എന്താ വല്ല കുഴപ്പമുണ്ടായെന്നാ? അവിട്ടത്തിന്റെ അന്ന് കിട്ടിയ ചവിട്ടാണ്, ചതയത്തിന്റെ അന്നാണ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോ മേല് മുഴുവൻ ചതവാണെന്ന് മനസ്സിലായത്. അയ്യോ, അത് ഫുഡിന്റെ കുഴപ്പമല്ല, പാചകത്തിന്റെ കുഴപ്പമല്ല. അത് പൂരുട്ടാൽ നിന്ന് പോലീസ് കൊണ്ട് ഉരുട്ടിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. നമ്മുടെ വിജയനസയുടെ വീട്ടിൽ ഇവനെ ഫുഡും കൊണ്ട് വിട്ടല്ല, ഇവൻ പപ്പടത്തിന്റെ അകത്ത് പ്രേമലേഖന ഇടമാക്കി കൊടുത്തു. അതിന്റെ ചവിട്ടാണ് കിട്ടിയത്, അതല്ല ഫുഡിന്റെ കുഴപ്പമല്ല. പപ്പടം പൊടിക്കേണ്ട പോലെ പൊടിക്കണ്ടേ? പിന്നെ പൊടിക്കണ്ടേ? അതിപ്പോ എന്റെ കുഴപ്പമാണ്. ഈ നാട്യശാസ്ത്രത്തിൽ ഭരതമണി എന്താ പറഞ്ഞ നാട്യശാസ്ത്രം എന്നാ പോട്ടെ. ഈ നളപാചകത്തിൽ നളൻ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ എന്ത് വിളമ്പുമ്പോഴും സ്നേഹത്തോടെ വിളമ്പണമെന്നല്ല. അപ്പൊ പപ്പടത്തിന്റെ ഇടയിൽ ഇത്തിരി സ്നേഹം കയറ്റി വെച്ച് എന്റെ കുഴപ്പമാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഞാൻ അമിതാഭ് ബച്ചൻ വരെ ഫുഡ് കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെ ഒരു കംപ്ലൈന്റ് എനിക്ക് ഇളക്കാൻ ഒരു കുഴപ്പമില്ല. പൊട്ടിച്ച് അതൊക്കെ മറിച്ചിടാതെ ഡേ അവിടെ പോയി വേറെ വല്ലോട്ട് ഇളക്കി. അത് വേണ്ട, തക്കാളി എടുത്തായിരിക്കും. അയ്യോ, തക്കാളി ഞാൻ തൊടൂല കേട്ടോ. തക്കാളിപ്പനി പടർന്നു പിടിക്കുന്ന സമയമാണ്. അത് മാത്രമല്ല, എനിക്ക് മൂത്രത്തിൽ കല്ലുണ്ട്. അതൊന്ന് അരിയാനാണ് പറഞ്ഞത്. അയ്യേ, ഞാൻ അതും തൊടൂല. ഉള്ളി ഇഞ്ചി. അത് ശരി. അപ്പൊ ഉള്ളി ഇഞ്ചി തന്നെ അരിഞ്ഞോളൂ. ഇവിടെ ഉള്ളി ഇഞ്ചി അല്ലടോ, ഉള്ളി ഇഞ്ചി, ഇഞ്ചി മാത്രം. ശരി, എന്നാ ഇഞ്ചി എടുത്ത് അരിയ. ഇനി അതമേ കയറി പിടിച്ചോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ. പാചകക്കാരി ചന്ദ്രികയുടെ ഒരു കുറവ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ കുറവ് തീർന്നു. നീ എന്താ ഇത്ര താമസിച്ചു? അത് പിന്നെ ഓണമല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കാം. ആ ഗ്ലാസ് ഒന്ന് എടുത്തേ. ഇതേ കുടിച്ചിട്ട് പറ എന്താണെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ചന്ദ്രികനെ പോലെ തന്നെ. ആരും ബ്ലൗസ് ഇട്ടിട്ടുണ്ടോ? അതല്ല, നല്ല മനോഹരമായിട്ടുണ്ട്. ഉഗ്രൻ. എന്താ ഗുണം, എന്താ രുചി, എന്താ മണം. എന്നാ പറ ഇത് എന്താണെന്ന്. പറയട്ടെ, നല്ല ഒന്നാന്തരം സാമ്പാർ. സാമ്പാറോ? ഇത് പായസോ? ഒരു വാക്ക് പറയായിരുന്നില്ലേ പായസം? പിന്നെ എന്താ സൗന്ദര്യം. ആ തക്കാളി പോലത്തെ മുഖവും, ആ ചുവന്നുള്ളി പോലത്തെ കണ്ണും, ക്യാപ്സിക്കം പോലത്തെ മൂക്കും, വെണ്ടക്ക ചുണ്ടും, ആകെ മൊത്തം ഒരു മത്തങ്ങ ചന്തം. ചന്തം പൂജയുണ്ട്. അതെ അതെ. പിന്നെ ഏതായാലും ചന്ദ്രിക വന്നതോടുകൂടി പാചകം അങ്ങോട്ട് കൊഴുക്കട്ടെ. പേര് വിളിച്ചാലുണ്ടല്ലോ. ആ, അതിന് ഞാൻ കൊഴുക്കട്ട എന്നല്ല പറഞ്ഞത്, പാചകം അങ്ങോട്ട് കൊഴുക്കട്ടെ. അതെ, ഞാൻ എന്താ അരിയണ്ടേന്ന് പറ. അത് ശരി. അപ്പൊ എന്നെ ഇരട്ട പേര് വിളിക്കാല്ലേ? അരിയുണ്ടോന്ന് പറഞ്ഞു. അയ്യോ, എന്താ അരിയണ്ടേന്നാ ചോദിച്ചേ. അരിയുണ്ട്. സവാള അരി. അല്ല വേണ്ട, കണ്ണു നീറും. അതെ, അരിയുണ്ട് നൂലിന്റെ ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് ഇവിടെ ഒരു സെലിബ്രേറ്റ് വന്നാണ്. അയാൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. പാഷാൺ ഷാജി വന്നാണ്, അറിയാവല്ല? വരുന്നിട്ട് അപ്പൊ പണി തുടങ്ങാം. ഓക്കെ. ഷാരൂഖ് ഖാൻ ഒന്നും അല്ലല്ലോ പറഞ്ഞത്, പാഷാണം ഷാജി എന്നല്ലേ? എനിക്ക് ഷാരൂഖ് ഖാനെ കള്ള ഇഷ്ടം പാഷാണ ഷാജിയാ. ഹലോ. അയ്യോ, ഹാപ്പി ഓണം. എവിടെ പോണു? ഹലോ, പാതാളം ഷാജി. അയ്യോ, പാതാളം ഷാജി അല്ല, പാഷാണം ഷാജി. നമ്മള് കണ്ടിട്ടുണ്ട്. എന്റെ ജലജ ചിറ്റയുടെ വീടിന്റെ അടുത്താണ്. നമ്മള് പണ്ട് ചെറുപ്പത്തില് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഫാനാണ്. എന്നെ എല്ലാരും അറിയും. എന്നിട്ട് ഞാനേ ഇപ്പൊ കഴിഞ്ഞ ഓണത്തിനോട് ഞാൻ ആലോചിക്കണം, എന്റെ വീട്ടിൽ ഓണാഘോഷത്തിനുള്ള ഭക്ഷണം, ഓണം ഫുഡ് നിങ്ങൾ ഏൽപ്പിക്കണമെന്ന്. എനിക്ക് ഏൽപ്പിക്കാൻ പറ്റിയത് ആണല്ലേ? അപ്പൊ എന്തായാലും നല്ല ഫുഡ് ആയിരിക്കണം. ഓ, തീർച്ചയായിട്ടും. കാരണം എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട കുറെ ഫ്രണ്ട്സ് ഈ ഓണത്തിന് എന്റെ വീട്ടിൽ വരുന്നുണ്ട്. വിശ്വസിച്ച് കൊടുക്കാം, കാരണം ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അല്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞല്ല അമിതാഭ് ബച്ചനായിരുന്നു കൊടുത്തേ. ബച്ചന്
പിന്നെ കേരള ഫുഡിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഈ ഹിന്ദി സിനിമയെല്ലാം അതാ വെച്ച് തന്നെയാണോ? അഭിനയ വെച്ച് കമലഹാസൻ, രജനീകാന്ത്, അങ്ങനെ ഒരുപാട് ഫോട്ടോ കണ്ടില്ലേ കയറി വന്നപ്പോ. എന്തായാലും അത്ര പേര് വന്ന സ്ഥിതിക്ക് എന്റെ വീട്ടിലേക്കുള്ള ഭക്ഷണം അടിപൊളിയായിരിക്കും തീർച്ചയായിട്ടും. കാരണം എന്റെ വൈഫിന് പാലട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടവും. ഇവിടുത്തെ മെയിനാണ് പാലട. ഞാനാണ് അതിന്റെ ആള്. പാലട വെക്കുന്നത് പല മക്കൾ മധുരമുള്ള എന്ത് പലഹാരം ഉണ്ടാക്കണത് ഞാൻ തന്നെയാ. അത് ശരി. എന്നെ കണ്ടാലും തോന്നുന്ന ഒരു പഞ്ചാര ലുക്ക് ഉണ്ട്. എന്റെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി എന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചത് നിങ്ങൾക്കൊക്കെ അത്യാവശ്യം കളറുണ്ട്. ഇത് മാത്രം എന്തൊരു കളറില്ലാത്ത ആള്. അത് ഇഞ്ചിക്കറി വെച്ചേ ആ കളർ ഇങ്ങനെ അടിച്ച് കയറിയതാണ്. പുക പിടിച്ചതാ. പുക പിടിച്ചു പോയതാണ്. അതെ നമ്മളിവിടെ ഫുഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് അതാണ് എനിക്ക് ഏറ്റവും പേടി. കാരണം വേറൊന്നുമല്ല, നമ്മളെ പോലെയല്ല, പാചകത്തെ കുറിച്ച് നല്ല ഗഹനമായിട്ട് അറിയാവുന്ന ഒരാളായി വന്നിരിക്കുന്നു. പിന്നെ സിനിമ ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പോഴല്ല, നേരത്തെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഉച്ചക്കൊക്കെ ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നത് നമ്മുടെ അടുത്ത് പൂർണ്ണശ്രീ കാറ്ററിംഗ് എന്ന് പറഞ്ഞ വലിയ ഫേമസ് ആയിട്ടുള്ള കാറ്ററിംഗ്, ആ തൃപ്പൂണിത്തുറയില്. അപ്പൊ അവിടെ ഞാൻ ഉച്ചക്ക് ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾ കോളേജ്, നമുക്കറിയാലോ അന്നേരം ഊണൊന്നും നമ്മൾ സെറ്റപ്പ് ഇല്ല. അപ്പം ഞാനും എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കൂടി ഞാൻ അഭിലാഷ്, ജയൻ, സഞ്ജയ് എന്നൊക്കെ പറഞ്ഞ 3-4 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ നേരെ ഇവിടെ ചെല്ലും, പൂർണ്ണശ്രീ കാറ്ററിംഗ് ചെന്ന് ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കും. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ സപ്ലൈ അതിന് പോകും. അങ്ങനെ പ്രീഡിയിൽ പഠിക്കും 2 വർഷത്തോളം ഭക്ഷണം എല്ലാം ഇവിടെ നിന്നായിരുന്നു. ആ കാറ്ററിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭക്ഷണം മെയിൻ അതായിരുന്നു ഭക്ഷണം. അപ്പൊ അവിടെ കൂടി പിന്നെ അവിടുത്തെ ആശാൻ ഉണ്ടായിരുന്നു കരുത്തമ്പാൻ എന്ന് പറഞ്ഞ കാറ്ററിംഗിന്റെ. അദ്ദേഹം ഫേമസ് ആണ്. കാരണം ഈ എവിടെ നമ്മൾ ഈ യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, വലിയ വലിയ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യണത് ഈ പൂർണ്ണശ്രീയിലെ ഹരിതമ്പാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ അന്നേരമാണ് ഇന്നിപ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ മകനാണ് സുനിൽ തമ്പാനാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്തായാലും നല്ല ഉഗ്രം ഫുഡായിരുന്നു അവിടത്തെ. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ എനിക്ക് പോയി എത്തിപ്പെടാൻ ഒരു മാറിയില്ലാത്തതുകൊണ്ടാണ്. മികച്ച ഫുഡാണ് ഇപ്പൊ ഞങ്ങള് ഇവിടെ. അതിനോട് കടപിടിക്കുന്ന ഒരു ഫുഡ് ആയിക്കോട്ടെ, കടപിടിച്ചു. ഭക്ഷണം നന്നായിരിക്കണം, അടിപൊളിയായിരിക്കും. നിങ്ങളിപ്പോ ഇത്ര സെലിബ്രിറ്റികളൊക്കെ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? രജനീകാന്ത് ഈ നുണ പറയുമ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞല്ലേ? രജനീകാന്ത് കഴിഞ്ഞ ദിവസം വന്ന് പണ്ട് പപ്പടം കടിച്ചിട്ട് നെരിപ്പടാന്നൊക്കെ പറഞ്ഞു പോയി. സത്യാവസ്ഥ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, പുള്ളി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് കഴിച്ചാൽ മതി, 100 ഫുഡ് കഴിച്ചാൽ മതി. അപ്പൊ ഭക്ഷണം ഏൽപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലാഭമല്ലേ? ഞങ്ങൾക്ക് ലാഭമാണ്. 1 കൊടുത്താൽ മതി, 100 കൊടുത്ത പോലെ. ഒത്തിരി സെലിബ്രിറ്റികളുണ്ട്. ഇവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ തന്നെ. അതിപ്പോ ഞങ്ങൾ സിനിമാക്കാർക്ക് വേണ്ടി പ്രത്യേകം സിനിമ സ്റ്റൈൽ പാചകമാണ്. ഇപ്പൊ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ, ദിലീപ് ഏട്ടൻ, സുരേഷ് ഗോപി, ഇങ്ങനെ ഓരോരുത്തരുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി ദിലീപ് ഏട്ടൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫുഡ് വെറൈറ്റി ആയിട്ട്? പുതിയ വെറൈറ്റി ദിലീപ് ഏട്ടൻ ഫാൻസ് അസോസിയേഷന് മാത്രം ബീഫ് ഓഫ് ജോസൂട്ടി, ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ. പിന്നെ ഞങ്ങളിപ്പോ ഭയങ്കര ദുൽഖറിന് വേണ്ടി ബർഗർ. ഇതിന്റെ ലാസ്റ്റ് ഒരു പുള്ളിനെ കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പറയിപ്പിക്കും. മറ്റേ ഈ കോട്ടയം പ്രതിപെട്ട് ഓലനുണ്ട്, കാളനുണ്ട്, പുള്ളിനെ കൊണ്ട് പരസ്യങ്ങളുണ്ട്. ഇവിടത്തെ കാറ്ററിംഗ് ഭയങ്കര സെറ്റപ്പാണല്ലോ. നിവിൻ പോളിക്ക് വേണ്ടി പാലടയുടെ കൂടെ കഴിക്കില്ലേ? പിന്നെ അജോർഗീസിന് വേണ്ടി ബജി വർഗീസ്. പിന്നെ ഈ നടന്മാർക്ക് വേണ്ടി മാത്രം ഇപ്പൊ നടിമാരുടെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈന്റ് വന്നു. കവ്യമാധവൻ വിളിച്ചു, മീര ജാസ്മിൻ വിളിച്ചു, ഇപ്പോഴത്തെ പുതിയ നടിമാർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഞങ്ങളെ പേര്. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹണി ജ്യൂസ് കൊടുക്കും, ഹണി റോസ്. മൊത്തം ഒരു സിനിമ. ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ സിനിമ ഇപ്പൊ ബജു വർഗീസ് പറഞ്ഞു, നിവിൻ പോളി പറഞ്ഞൊക്കെ പറഞ്ഞു. പക്ഷെ മമ്മൂക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ആ പേരിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും. മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾക്ക് 4 മണിക്ക് കഴിക്കാനുള്ള പലഹാരം ഞങ്ങൾ മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രത്യേകം. എന്താണ്? മമ്മൂക്ക അധികം ഭക്ഷണം കഴിക്കാത്ത ആളാണ്, എപ്പോഴും ഭയങ്കര ഡയറ്റിങ് കാര്യങ്ങളൊക്കെ. മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രത്യേകം പപ്പയുടെ സ്വന്തം പപ്സ്, ചായ കഴിക്കാൻ. പിന്നെ ലാലേട്ടന് വേണ്ടി പുതിയൊരു ഐറ്റം അല്ലേ? അപ്പവും മുട്ടക്കറിക്കും പകരം ഒപ്പം മുട്ടക്കറി. ലാലേട്ടന്റെ ഒപ്പം ലാലേട്ടന്റെ മറ്റേ വാർത്ത ഉണ്ടല്ലോ. അതെ പ്രിയദർശനൊപ്പം മോഹൻലാൽ അന്ധനായി. പ്രിയദർശനും അന്ധനാണ്. ഇതാരാണ് അന്ധനായി? പ്രിയദർശനൊപ്പം മോഹൻലാൽ അന്ധനായി. പ്രിയദർശനൊപ്പം പ്രിയദർശൻ ചെയ്യുന്ന പടത്തിൽ മോഹൻലാൽ അന്ധനായിട്ടെന്നാണ്. അങ്ങനെയല്ല, പ്രിയദർശന്റെ ഒപ്പം ആ ഒപ്പത്തിൽ ഇൻവെർട്ടർ കോമയുണ്ട്. മോഹൻലാൽ അന്ധനായി. സാജു എങ്ങനെയാ? പച്ചക്കറിയാണോ കൂടുതലായിട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടം പരിപ്പാണ്. പക്ഷെ ഞാൻ
ബീഫിന്റെ ആളാണ്. ഉണ്ടല്ലേട്ടാ എന്താ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ 2 പെണ്ണുങ്ങളെ പട്ടിയുടെ തന്ന പോലെ തല്ലിയത് ബീഫ് കൊണ്ടുപോയി. അത് പറയാതെ കഴിക്കാൻ പറഞ്ഞു. ഞാൻ നിർത്തി, അതോടെ നിർത്തിയാൽ. ആണല്ലേ? ബീഫ് പുറത്തുനിന്ന് കഴിക്കല, ബീഫ് പുറത്തുനിന്ന് കഴിക്കില്ല, അതൊന്നും കഴിക്കൂല. നിർത്തി. വെജാണ് ഞാൻ ആ വെജ്. കാരണം ബീഫ് ഞാൻ കഴിച്ച് മടുത്ത്. ആണല്ലേ? അല്ലാണ്ട് വേറെ പേടിച്ചിട്ടല്ല, നിർത്തി. ബീഫ് പുരുഷായുസ് കഴിക്കാനുള്ളത് മൊത്തം കഴിച്ചിട്ടുണ്ട്. ആണല്ലേ? ശരിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഞാൻ ഒരു പോത്തിനേക്കാളും കൂടുതൽ കൊളസ്ട്രോൾ എൻ്റെ മേത്തുണ്ടാവും. ആ ഒരു അവസ്ഥയാണ്. ബീഫ് ഒഴിവാക്കും. പോത്തിനൊന്നും കൊളസ്ട്രോൾ ഇല്ല, അതൊക്കെ മാട് പോലെ പണിയെടുക്കുന്നുണ്ട്. ഇത് ഈ ക്യാമറ വെട്ടത്തിൽ നിന്നിട്ട് എന്ത് പണിയെടുത്തിട്ടാണ്? ഒന്നുമല്ല, അതൊക്കെ ഈ ക്യാമറയുടെ വെട്ടത്തിലാണെങ്കിൽ നല്ല പണിയെടുക്കാതെ പറ്റില്ല. ഓണമൊക്കെ എങ്ങനെയാണ് സാജുന്റെ ഇങ്ങനെയുള്ള ഓണം കാര്യങ്ങളൊക്കെ? ലൊക്കേഷൻ ഓണാണെങ്കിലും ഇതിനു മുമ്പുള്ള സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ഓണം, സിനിമയിൽ വരുന്ന മുമ്പുള്ള ഓണം അതൊക്കെയായിരുന്നു ഓണം. കാരണം നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒത്തിരി അംഗങ്ങളുള്ള ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. കാരണം ഈ ഓണക്കോടി എടുക്കണത് തന്നെ ഭയങ്കര, ഞങ്ങൾ ഒത്തിരി ഇതുള്ള കാരണം എല്ലാവർക്കും ഒന്നിച്ചെടുക്കാം. ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചെടുക്കുക. അച്ഛനും ഞങ്ങൾ സാധാരണ ഒരു ഫാമിലിയാണ്, എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അവർക്കത് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഓണത്തിൻ്റെ അന്ന് അല്ല തലേ ദിവസം രാത്രിയൊക്കെ ആയിരിക്കും നമുക്ക് തയ്ച്ച് കിട്ടണം. അത് കിട്ടിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഇന്നിപ്പോ തയ്യക്കാരൊന്നും ഇല്ലല്ലോ, ഇന്ന് റെഡിമെയ്ഡ് എടുക്കല്ല. അന്ന് തയ്യക്കാരനൊരു എല്ലാ ദിവസവും ഓണമല്ലേ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഓണത്തിന് തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ 10 ഓണം കഴിഞ്ഞ് അടുത്ത ഓണത്തിന് കിട്ടുള്ളൂ. എല്ലാവരും തയ്ച്ചു വരുമ്പോഴത്തേക്കും അല്ലേ? അത് ഞങ്ങളിപ്പോ തോരണടിക്കുന്ന പോലെ കൂട്ടിയല്ല അടിക്കുന്നത്. എത്ര പേർക്കുള്ള നേരത്തെ കൊടുക്കും. അതിനുശേഷം നമ്മൾ ഊണൊക്കെ കഴിച്ച് നമ്മൾ ഇത്രയും പേരാണെങ്കിൽ ഇച്ചിരി അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉള്ളതല്ല നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന വെച്ചത്. ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞാണെങ്കിൽ നമ്മളതിട്ട് മറ്റുള്ളവരുടെ ഒരു ഗെയിമൊക്കെ ഇരിക്കാൻ വേണ്ടിട്ടേ ആണോ. ഒരു ഓർമ്മയിൽ നിൽക്കണ ഒരു ഓണം നമ്മുടെ ഓർമ്മയിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ഓണം. ഓർമ്മയിൽ നിൽക്കണ ഓണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു സിനിമാ താരമായെങ്കിലും ഇതാവാനുള്ള കാരണം തന്നെ ഓണമാണ്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഓണത്തിന് ഇഷ്ടംപോലെ ക്ലബ്ബുകളിൽ കുറേ പരിപാടി ഉണ്ടാവും. അങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ പുറകെ പങ്കെടുത്ത് ഇങ്ങനെ നടപ്പില്ലേ. അങ്ങനെ നമ്മുടെ ഈ ഒരു കലാരൂപത്തിലേക്ക് വരാനുള്ളൊരു മാർഗം ശരിക്കും ഓണത്തിന്റെ ആഘോഷങ്ങളിലൂടെയാണ് ഒരു ഓണാഘോഷം ക്ലബ്ബുകൾ വഴി. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലാണ് യൂത്ത് ഫെസ്റ്റിവൽ, അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു കലാകാരനായിട്ട് വന്നു. ഇതിനിടയ്ക്ക് ഈ പാചകം എന്ന് പറഞ്ഞ് പാചകത്തിലേക്ക് കടന്നത് അത് ഞാൻ പറഞ്ഞില്ലേ, പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടവും. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം എൻ്റെ വൈഫിനെ കൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ തന്നെ പാചകം ഇഷ്ടമാണെന്ന് പാചകം ഇഷ്ടമുണ്ടാകും. വൈഫിനെ കൊണ്ട് ഒന്നും ഉണ്ടാക്കിക്കത്തില്ല. ഇത്തരത്തിലുള്ള വാചകം ഇഷ്ടമല്ല എന്നാ പറഞ്ഞത്. പാചകം എനിക്ക് സ്പെഷ്യൽ ഐറ്റം എന്തുവാ? സ്പെഷ്യൽ ആണ്. ഞാൻ എല്ലാം റെഡിയാക്കും. നോണും വെജും എല്ലാം, പായസം, ചോറ്, എല്ലാ എന്ത് സാധനം വേണം ഞാൻ ഉണ്ടാക്കും. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ കൂടണം. അല്ല അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ പോലെ അത് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാം. എന്തെങ്കിലും ഒരു ഐറ്റം റെഡിയാക്കി ഒരു സെലിബ്രിറ്റി ഒക്കെ വരുമ്പോഴേ ഒരു സെലിബ്രിറ്റി ഒക്കെ ഇവിടെ വരുമ്പോ നമുക്ക് സെലിബ്രിറ്റി അല്ല സെലിബ്രിറ്റി. ഞാൻ അതന്നെ ഉദ്ദേശിച്ചത്. സെലിബ്രിറ്റി എന്നല്ല പറഞ്ഞു. കാര്യം വിവരം അല്ല ഇതേ ഈ ഉള്ളി ഇത് പൊളിക്കാൻ എനിക്ക് എന്റെ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞത്. അല്ല വീട്ടിൽ ചെയ്താരും കാണുമല്ലോ, ഇതൊക്കെ ക്യാമറ ഒക്കെ ഇല്ലല്ലോ, നാട്ടുകാർ കണ്ടോട്ട് ഇതൊക്കെ ചെയ്യാം. ഞങ്ങളെ കൂട്ടത്തിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു ഇതാണല്ലോ. അതെന്തായാലും ഞാൻ ചെയ്യാം, ഇതൊക്കെ താല്പര്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ വന്ന സംഭവങ്ങൾ മുഴുവനും ഫുഡ് മുഴുവനും അതേപോലത്തെ ഫുഡായിരിക്കണം. അതുപോലത്തെ ഗ്യാരണ്ടി ഫുഡ് ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് പറഞ്ഞതല്ല, ഗസ്റ്റ് വരുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കും. ഒരു സാധനം മതി. ഇഞ്ചിക്കറിയാ അത് ഒഴിവാക്കിയിട്ട് ബാക്കി എത്ര വേറെ 10-16 ഐറ്റം കറിയാണ്. അപ്പൊ അത് മതിയായിരിക്കും. അല്ല ഞാൻ അരിഞ്ഞു കേട്ടാ, ഇഞ്ചിക്കറി അരിഞ്ഞു പോയി, തൊലി പൊളിച്ചു പോയി. ഇയാളെ വേറെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാട്ടെ ഇയാളെ തന്നെ. കാരണം ഇത് തീ ഗ്യാസ് തീർന്നു പോകുമ്പോൾ വിറക് പൊടിച്ച് ഉച്ച കത്തിക്കുകയല്ലേ, അതുപോലെ തീ കൊടുത്തങ്ങ് വെച്ച് നിന്ന് കത്തിക്കുള്ളൂ. ഒരു കഞ്ഞി ഇഷ്ടം പോലെ സ്പിരിറ്റ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ശരിക്കും പെട്ടെന്ന് ആളി കത്തിക്കോളും. പിന്നെ ഈ കുടുംബം കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ പ്രേക്ഷകരുമായിട്ടൊക്കെ ഇപ്പം കുടുംബം വെച്ചിട്ട് എൻ്റെ വൈഫ്, ഞാൻ, അച്ഛനും ബാക്കി അമ്മ ഫാമിലിയൊക്കെ എൻ്റെ തറവാട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്നു. ഇയാൾ ശല്യമുള്ള ഇയാൾ. അല്ല ഞാൻ കുറേ കാലുപാടില്ല. ദൈവമേ ആ ഉരുളി ചളുക്കരുത് വെറുതെ. ഇതിപ്പോ പൂക്കളായിട്ട പോലെ ആയിട്ട് എൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സിനിമയിൽ ഇപ്പൊ എല്ലാവരും അഭിനയത്തൊക്കെ കൂടുതൽ പാട്ട് പാടുന്നുണ്ട്. എല്ലാ നടന്മാരും ഇപ്പൊ പാട്ട് പാടുന്നുണ്ട്. സാജു ഈ അടുത്തടുത്ത് ആടുപുലിയാട്ടം സിനിമയിൽ പാടി. ആടുപുലിയാട്ടത്തിൽ പാടി. ഈ ഓണത്തിന് നമുക്ക് ഒരു രണ്ടൊരു പാട്ട് ഏതെങ്കിലും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ഓണപ്പാട്ട് ഒരു ഓണപ്പാട്ട് പാടിയാൽ നമുക്ക് എല്ലാവരും പിന്നെ തീർച്ചയായിട്ടും അരിയാനൊരു സ്പീഡും കിട്ടും. അതെ ഞങ്ങളും കൂടിക്കോളാം. അതെ അടിപൊളിയാക്കണം. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇത് കമത്താനേ താനൊന്നും ഉരുളി കമത്തിട്ട് ഒരു കാര്യം കേട്ടോ. അതവിടെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഓണപ്പാട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓണപ്പാട്ട്. ഓണപ്പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇപ്പൊ പൊന്നോണത്താരം ഇങ്ങനെയൊക്കെ കാസറ്റുകളൊക്കെ ഇറങ്ങില്ല. ഇപ്പോഴല്ല പണ്ട് ഇപ്പൊ ഇല്ല, പണ്ട് ഇറങ്ങിയത്. ആ സമയത്തൊക്കെയുള്ള ഓണക്കളി, ഞാൻ കളിക്കുന്ന ഓണക്കളി ആ സമയത്തൊക്കെ പാരഡി എഴുതുമായിരുന്നു ഓണക്കളിക്ക് വേണ്ടിയിട്ട്.
ഓണപ്പാട്ട് ഓണം കളിക്കാൻ വേണ്ടിയുള്ള പാട്ട് പാരഡി ചെയ്യുമായിരുന്നു. അപ്പൊ അതില് ഞങ്ങള് അവിടെ അന്ന് ആ ടൈം എൻ്റെ ഒക്കെ ആ ടൈമിൽ ഒരു പാട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ പെണ്ണാളെ പെണ്ണാളെ എന്നുള്ള പാട്ട് ആ പാട്ട് അതെടുത്തിട്ട് ഓണപ്പാട്ടായിട്ട് പാടി മാവേലിനെയൊക്കെ വെച്ചിട്ട് അത് നമുക്കൊന്ന് പാടി നോക്കാലോ? ഓക്കെ. ഇന്നാണേ ഇന്നാണേ പൊന്നോണം ഇന്നാണേ 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 പൊന്നോണം ഇന്നാണേ ഇന്നാണേ മന്നൻ വാണൊരു നാടല്ലോ കേരളം എന്നൊരു നാടല്ലോ ഇന്നാണേ ഇന്നാണേ പൊന്നോണം ഇന്നാണേ ഇന്നാണേ തന്തന 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 തന്താന അത്തം തൊട്ടിന്നേക്ക് 10 നാള് ഇന്നല്ലോ പൊന്നിൻ തീരുനാള് അത്തം തൊട്ടിന്നേക്ക് 10 നാള് ഇന്നല്ലോ പൊന്നിൻ തീരുനാള് ആ നല്ല നാളിലെ ആ നല്ല രാജന്റെ ആ നല്ല നാളിലെ ആ നല്ല രാജന്റെ കഥയൊന്നു ചൊല്ലട്ടെ മാളോരേ ഓ കഥയൊന്നു ചൊല്ലട്ടെ മാളോരേ. ഓക്കെ, ഓണത്തിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ട് പാട്ടുണ്ട്. ഒരെണ്ണം പാടിക്കേ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഓണം, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഓണം, ഓലനുണ്ടാക്കും ഓണം, ചോറ് വയ്ക്കുന്ന ഓണം, ഇരുളിലങ്ങിങ്ങു പടക്കം പൊട്ടിക്കും ഓണം. പടക്കം പൊട്ടിക്കുന്ന വിഷുവിനാണ്. ചെറുതായിട്ട് സീസൺ മാറിപ്പോയി. ഇനിയിപ്പോ ഈ സദ്യയുടെ ആവശ്യം വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒപ്പമാണ് കൂടുതൽ ചിത്രങ്ങൾ ഇപ്പൊ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്തേക്കണം മമ്മൂക്കയുടെ. ഈ മമ്മൂക്കയെ കുറിച്ച് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഭയങ്കര എന്താണ് ഭയങ്കര ആണെന്നൊക്കെ ഉള്ള സാധ്യമായിട്ടുള്ള അത് എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ നേരത്തെ ഒക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരളത്തിൽ. പക്ഷെ അത് നമ്മളെ കുറിച്ച് അറിയാത്ത ഒരാൾ പറയുന്ന കാര്യം ആണല്ലേ. ഇപ്പൊ എന്നെ പരിചയമില്ലാത്ത ഒരാൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോഴേ ഞാൻ എങ്ങനെയുള്ള ആളാണ്, എങ്ങനെ രീതിയിൽ പെരുമാറുന്നത്. അതുപോലെ മമ്മൂക്കനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മമ്മൂക്കായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലാണ് ഈ ആളെങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ചെന്ന് ഈ ആദ്യ പടത്തിൽ അഭിനയിക്കുമ്പോൾ തൊട്ട് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഡയലോഗാണ് പറയാതെ അങ്ങനെ പറഞ്ഞു നോക്കി, ഇങ്ങനെ പറഞ്ഞു നോക്കി, അങ്ങനെ ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ നമ്മൾ മാറിയിരിക്കണമെന്ന് വിളിച്ച് നമുക്കിടെ അടുത്തിരുത്തും സംസാരിക്കാൻ വേണ്ടി. പൊതുവെയുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഇപ്പൊ സാജുനും ഇപ്പൊ ഒന്നിലധികം പടങ്ങൾ മമ്മൂട്ടിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയാനും ഒന്നിലധികം പടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മമ്മൂക്കാണെങ്കിൽ ദിലീപേട്ടനാണെങ്കിൽ എല്ലാവരും ഇപ്പൊ തോപ്പിൽ ജോപ്പൻ ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാവരും മമ്മൂട്ടിയെ കുറിച്ച് മമ്മൂട്ടി റേഞ്ചുള്ള നടനാന്ന് പറഞ്ഞത് ശരിയാണ്? റേഞ്ചുള്ള നടനാന്ന് പറഞ്ഞത് ശരിയാണ്? അത് ശരിയല്ല, അത് ശരിയല്ല. മമ്മൂട്ടി റേഞ്ചുള്ള നടനാന്ന് എല്ലാവരും പറഞ്ഞേക്കാം. അതില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയാ, ഇത് പറഞ്ഞ പോലെ പറയാം. ഞാൻ ഇന്ന് രാവിലെ ഒരു 10 കോൾ വിളിച്ചു, കിട്ടിയിട്ടില്ല, റേഞ്ചില്ലെന്നാ പറയുന്നത്. പുതിയ ന്യൂ ജനറേഷൻ ഇപ്പൊ പൃഥ്വിരാജ് ആയാലും ഇന്ദ്രജിത്തായാലും ജയസൂര്യായാലും മറ്റേ അവരെ 3 പേരും കൂടി ഒറ്റപ്പെടുത്തി തന്നെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ശരിക്കും അതില് MH ഭയങ്കര കഷായം ഷാജിയുടെ മറ്റേ MH എന്ന് വിളിക്കുന്നത് ഇയാള് ഇത് പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, പുള്ളി എന്തെങ്കിലും വിളിക്കട്ടെ. അപ്പൊ അത് MH എന്ന് വിളിക്കുന്നത് ഇത് അത് വിപിനും വിഷ്ണുവും അവര് സ്ക്രിപ്റ്റ് റൈറ്റർമാര്. പലരും അപ്പൊ ഞങ്ങളെ ക്യൂ നിൽക്കണമെന്നല്ല, പലരും പറയുന്നുണ്ട് ഇങ്ങനെ ബീവറേജ്. അല്ല, അതങ്ങനെ കൃത്യമായിട്ട് പറയണമെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. വാറ്റി കുടിക്കുകയും അതും ഇതൊക്കെ പറ, ചാനലിൽ കൂടി കണ്ടിട്ട് വേണം ഇനിയിപ്പോ എക്സസൈസ്. പിന്നെ എങ്ങനെയുണ്ട് ഓണമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ? വിദേശത്താണ് അതോ ഇവിടെയാണോ വീട്ടിലാണോ? വിദേശത്താവേണ്ടതായിരുന്നു ഞാൻ, പക്ഷെ അത് ട്രിപ്പ് ക്യാൻസൽ ആയി. ഇപ്പൊ ജർമ്മനിയിൽ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം അത് ബാധിച്ച്, ട്രിപ്പിനെ ബാധിച്ച്, എന്റെ ഓണത്തെ ബാധിച്ച്, എന്റെ സാമ്പത്തികത്തെ ബാധിച്ച്, എല്ലാ പ്രശ്നങ്ങളായിരുന്നു, മൊത്തത്തിൽ പ്രശ്നങ്ങളായി. അപ്പൊ അത് ട്രിപ്പ് ക്യാൻസൽ ആയിട്ട് സന്തോഷത്തിലിരിക്കുന്ന ഒരു ഓണമാണ്. അതെ, അപ്പൊ ഞങ്ങളോട് പോയിച്ചെങ്കിൽ അവരെയൊക്കെ എഴുതിച്ചു വിടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ തീവ്രവാദികളെയൊക്കെ പറഞ്ഞ് എന്നിട്ട് കുറെ പേര് ഓസ്ട്രേലിയയിലേക്കും കുറെ പേര് അന്റാർട്ടിക്കയിലേക്കും അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഒരു നല്ല കാര്യം പറഞ്ഞപ്പോഴായിരുന്നു. നമ്മളിപ്പോ എല്ലാവരും പറയും കേരളം വിട്ട് എവിടെ പോയാലും പെട്ടെന്ന് തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ നാട് വിട്ട് എറണാകുളം വിട്ട് പനങ്ങാട് വിട്ടൊക്കെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള ആഗ്രഹമാണ് നമുക്ക്. തീർച്ചയായും. ഇപ്പൊ ഈ വിദേശത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇപ്പൊ പോയില്ല, പോയിട്ട് കുറച്ച് നാളവിടെ സ്റ്റേ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ നിൽക്കണമെന്ന് പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ ഇഷ്ടപ്പെട്ട? അല്ല, അങ്ങനെ നമ്മൾ എന്തോരം ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടണമല്ലോ, അതാണ് മെയിൻ. അല്ല, ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ നിന്നില്ല. ഞാൻ എവിടെ ട്രിപ്പ് പോയാലും അമേരിക്ക പോയാലും എവിടെ പോയാലും റൂമിൽ ഞാൻ പുറത്തിറങ്ങാറില്ല. ശരിക്കും പറഞ്ഞു, റൂമിൽ തന്നെ. ചേട്ടൻ ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമല്ല പുറത്തിറങ്ങാനായിട്ട്.
അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരോട് സംസാരിക്കണം, നമ്മൾ എങ്ങനെ സംസാരിക്കും ഓർത്തിട്ടാണ്. എന്നെ പോലെ തന്നെ ഞാനും വീട്ടിൽ ചെന്ന് റൂമോട്ട് പുറത്തിറങ്ങൂല. പുറത്തിറങ്ങാത്തല്ല, കൂട്ടിയിടുന്നതാണ്. കടക്കാർക്കുണ്ടല്ലേ അങ്ങനെയല്ല. ഇത് ട്രിപ്പ് പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ട്രിപ്പ് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ അവിടെ ചെന്ന് അമേരിക്ക ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വേൾഡ് ട്രേഡ് സെന്റർ അങ്ങനെ കാണാൻ ഒത്തിരി പോകണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഒരാൾ പോകൂല. ഞാൻ പോകണമെന്നിരിക്കുമ്പോഴത്തേക്ക് കല്യാണം ഇവൻ വഴിയില്ല, ബാക്കിയുള്ളവർ പിടിയല്ല. അവരെ പോണവർ വയ്ക്കോ, ഞാനും ഇവിടെ ഇരിക്കുള്ളൂ. ഞാൻ എന്റെ പാസ്പോർട്ടും കെട്ടി പിടിച്ചിരിക്കൂടെ. എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലോടി എത്തിയാൽ മതി. ആരെങ്കിലും കൂടെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? പിന്നെ ഒറ്റയ്ക്ക് ഞാൻ സിനിമ അഭിനയിക്കണമെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞത്. മമ്മൂക്കയുടെ അഭിനയിച്ചു, ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചില്ല. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. ഇല്ല. ലാലേട്ടന്റെ കൂടെ അടുത്ത് തന്നെ. ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അല്ല, ആരെന്നൊന്നുമില്ല. ആരെ കൂടെ അഭിനേതാവുമ്പോ എല്ലാരും കൂടെ അഭിനയിക്കാൻ എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആൾക്കാരുടെ കൂടെ ഒക്കെ അഭിനയിക്കണം? അല്ല, ഉള്ളിൻ്റെ ഉള്ളിലല്ല ഇത്. നമുക്ക് എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ സിനിമ അഭിനയിക്കുന്ന അങ്ങനെ നടന്ന ആളല്ലേ. ഞാൻ സിനിമ അഭിനയിക്കാൻ വേണ്ടി ഒരു സിനിമ ലൊക്കേഷനിൽ പോയിട്ട് ഇതുവരെ പോയിട്ടില്ല. സിനിമ ഞാൻ അഭിനയിച്ചു തുടങ്ങിയ പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോയേക്കണം. അല്ലാണ്ട് അതിന് മുമ്പ് ഷൂട്ടിംഗ് കാണാൻ പോലും ഞാൻ പോയിട്ടില്ല. പിന്നെ ഇങ്ങനെ ചാനലിലൂടെ വന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ട് അറിയാതെ നമ്മൾ സിനിമയിലേക്ക് ആയിപ്പോയതാണ് വന്നു. ആരാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളിച്ചത്? ആദ്യം ഫസ്റ്റ് സിനിമയിലേക്ക് വിളിക്കുന്നത് വിനയ് സാറാണ്. ലിറ്റിൽ സൂപ്പർമാൻ എന്ന പടത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഞാൻ വിളിച്ചിട്ടുണ്ട് സിനിമക്ക് പോകാനല്ലേ. ഓർക്കുന്നുണ്ടോ നമ്മളെ ഉദയംപേരൂർ ജംഗ്ഷനിൽ വെച്ചിട്ട് നീ അല്ലേ? വിനയൻ സാറിന് ക്രെഡിറ്റ് വിളിച്ചത് ഞാൻ. അതല്ല, വിനയ് സാർ വിളിച്ചെങ്കിലും അവന്റെ തലയാണെന്ന് ഓർത്ത് ഞാൻ മുറിക്കുകയാണ്. റിലീസ് ആയത് വെള്ളിമൂങ്ങയാണ് പടം. ഫസ്റ്റ് റിലീസ് ആവണ പടം. അതൊരു ഭാഗ്യമുണ്ട്. വെള്ളിമൂങ്ങ അല്ല, ഫസ്റ്റ് റിലീസ് ആദ്യത്തെ ലൊക്കേഷനിൽ ചെന്നപ്പോഴുള്ള അനുഭവം ഉണ്ടോ? ആദ്യത്തെ ലൊക്കേഷൻ അത് വെള്ളിമൂങ്ങ. ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൗസ് നമ്പർ 13 എന്നുകൊണ്ട് പടത്തിൽ അഭിനയിച്ചായിരുന്നു. ആ പടം പുറത്തിറങ്ങിയില്ല. ആ പടം പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ആർട്ടിന്റെ ആൾക്കാർ അവരൊക്കെ പറഞ്ഞു, ചേട്ടൻ രക്ഷപ്പെടും, ഈ പടം പെട്ടിയിലായ രക്ഷപ്പെടുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയെ. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ആദ്യത്തെ പടം പെട്ടിയിലായിരുന്നു. അല്ലെന്ന്, ഇത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയെ. അപ്പോഴേ എന്നോട് പറഞ്ഞ, ചേട്ടാ ഈ പടം പെട്ടിയിലായ ചേട്ടൻ രക്ഷപ്പെടും. നമ്മൾ സാധാരണ പറഞ്ഞ ഈ പടം നന്നായി ചേട്ടൻ ഓക്കേട്ടെന്ന് പറയുള്ളൂ. അത് അതുപോലെ തന്നെ ഷൂട്ടിനിടയിലൊക്കെ കോമഡി കണ്ടിട്ടുണ്ട്. മറ്റേ സിദ്ദിഖ് സാറിന്റെ ഏതോ പടത്തിന്റെ ഷൂട്ടിന്റെ ഇടയിൽ മട്ടാഞ്ചേരിയിൽ സിദ്ദിഖ് ഈ പടമൊക്കെ ഓടോടാപ്പാ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ എന്ത് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട്. പുളിഞ്ഞെന്ന് പറഞ്ഞ ആൾക്കാർ. അങ്ങനെയുള്ള ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും. ഇപ്പോൾ ഞാൻ ചോദിക്കും, പ്രശാന്ത് ഇപ്പോൾ ആരുടെ കൂടെ അഭിനയിക്കണമെങ്കിൽ ഇപ്പോൾ ഏതാ പടം ഇപ്പം രജനീകാന്തിൻ്റെ ആരെങ്കിലും പറഞ്ഞു, ഒരാളെ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരന് എന്തിനു കുറ്റം പറഞ്ഞ ആളായിരിക്കും. ഇപ്പോൾ ഏത് പടം? ഇപ്പോൾ ഞാനിപ്പോ രജനീകാന്തിന്റെ വീഴാതെ വിളുന്തൈ എന്ന് പറഞ്ഞ പടത്തിൽ പൊളിഞ്ഞല്ല. അതിന് ആ പടം ഷൂട്ടിങ് നടക്കണല്ലേ ഉള്ളൂ. ലൊക്കേഷനിൽ നിറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അത് എന്ത് മനസ്സുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയണത്. പിന്നെ ഈ പൊതുവെ കലാകാരന്മാരെ അഭിമുഖീകരിക്കുന്ന വേറെ പ്രശ്നമുണ്ട്. അതായത് സിനിമാകളിലായാലും ഒരു ആർട്ടിസ്റ്റ് ആയാലും ഒക്കെ നമ്മളൊക്കെ കേൾക്കാറുള്ളതാണ്, എവിടെ ചെന്നാലും ഇപ്പോൾ പണിയൊന്നും ഇല്ലേ, സിനിമയൊന്നും ഇല്ലേ, അപ്പോൾ ടി വിയിലൊന്നും കാണുന്നില്ലല്ലോ. അതെന്താ പറയാ, അത് നെഗറ്റീവാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. നെഗറ്റിവിറ്റിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അത് ഇഷ്ടമല്ല, ശരിക്കും ഇഷ്ടക്കേടോട്ട് പറയണം. ഇപ്പം നമ്മളാണെങ്കിൽ പോകുമ്പോഴത്തേക്ക് ഒരു നമ്മൾ കുറച്ച് ദിവസം ടി വിയിലൊന്നും പ്രോഗ്രാം ഒന്നും കാണില്ല. ഇപ്പം ഇല്ലല്ലേ, ടി വിയിലൊന്നും ഇല്ലല്ലേ. അന്ന് 2 ആഴ്ച അടുപ്പിച്ചെന്നെ കണ്ടായിരുന്നു അങ്ങനെ പറയുള്ളൂ. ഒന്നും പറയില്ല. ഇപ്പൊ എപ്പോഴും ടി വിയിലാണല്ലോ, സിനിമയില്ലേ. എപ്പോഴും ടി വി കണ്ടാലും പറയും, ടി വിയിൽ മാത്രമേ ഉള്ളല്ലേ, സിനിമയിലൊന്നും ആയില്ല ഇതും പറയും. അത് അവരെ കുറ്റപ്പെടുത്ത കാര്യമില്ല, അവരുടെ സന്തോഷം അതൊക്കെയാണ്. സന്തോഷമല്ല, അത് മറ്റുള്ളവരെ നോവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഒരു മനസ്സുഖം. അത് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അതുമേന്നാണ് ഞാൻ എൻ്റെ പാഷാണ ഷാജി പുനർജനിച്ചത്. അപ്പോൾ ആ ക്യാരക്ടർ നമ്മൾ കൊടുത്ത കൊല്ലത്ത് കിട്ടും എന്ന് പറഞ്ഞ പോലെ വിടത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ. അതെ, ഇപ്പൊ ഞാൻ വന്നിവിടെ നിങ്ങളുടെ അടുത്ത് പാട്ട് പാടി ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഓണമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു അതെ ഞങ്ങളൊക്കെ നല്ല കുമാരെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഇഞ്ചി എടുത്തിട്ടാ. ഞാൻ അടുത്ത പഴം എടുക്കും ഇത് കഴിയുമ്പോ. അതൊക്കെ പോട്ടെ, ഇത് ഇഞ്ചിക്കറി മാത്രമേ മോശമുള്ളൂ, ഇതിന്റെ പാട്ടൊക്കെ ചിലപ്പോഴൊക്കെ നന്നാവാറുണ്ട്. ഇപ്പൊ പാടിയ പാട്ട് പോലെയാണോ? അതേ പറഞ്ഞ ചിലപ്പോഴൊക്കെ നന്നാവാറുണ്ട്. അപ്പൊ ഒരു പാട്ട് നമ്മുടെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥകൾ വെച്ചിട്ടുള്ള ഒരു ഓണം. ഓണംകളി വള്ളംകളി പെണ്ണുങ്ങട തൊങ്ങിക്കളി നാടൻകളി നാട്ടിൽ കണി കാണാനില്ല ഇന്നിപ്പോൾ ജാതിക്കളി പാർട്ടിക്കളി ഒരുമാതിരി നാശക്കളി അങ്ങടുതല്ല ഇങ്ങടുതല്ല വീട്ടിൽ ഊഞ്ഞാലാട്ടമില്ല എന്നും ഓണത്തിനൂണുമില്ല
ഇപ്പോൾ പൂക്കളം തീർക്കലും മാർപ്പു വിളിക്കലും ടി വിയിൽ മാത്രമായി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്ങിക്കളി, നാടൻകളി, നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ. ജാതിക്കളി, പാർട്ടിക്കളി, ഒരുമാതിരി നാശക്കളി, അങ്ങടുതല്ല ഇങ്ങടുതല്ല. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഈ ഇഞ്ചി കൊത്തിങ്ങനെ ഇരിക്കുന്നത്. ഞാനങ്ങനെ ഇറക്കാറില്ല. ഇത് നമുക്ക് ഇത് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അഹങ്കാരമൊന്നുമില്ല. സാജിന്റെ ചെറുപ്പത്തിൽ എങ്ങനെ സ്കൂള് കോളേജ് തലങ്ങളിലൊക്കെ മിമിക്രി, മോണാക്ട്, അത് നാടകം അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള എല്ലാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ എൻ്റെ സീനിയറായിട്ട് പഠിച്ചോണ്ടിരിക്കും. അപ്പോൾ അവൻ എല്ലാത്തിനും പങ്കെടുക്കും, എല്ലാത്തിനും അവന് പ്രൈസും കിട്ടും. കലാകാരനാണ് എൻ്റെ ചേട്ടൻ സുരേഷ് എന്ന് പറഞ്ഞ കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇപ്പൊ അദ്ദേഹം ഇപ്പൊ പുള്ളി തൃപ്പൂണിത്തുറ കളിത്തട്ട് എന്ന് പറഞ്ഞ നാടക ട്രൂപ്പിൽ നാടകം ചെയ്യുന്നു. അയ്യങ്കാളി നാടകം. അപ്പൊ ഇത് അവനെ കണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇവൻ പേര് കൊടുക്കുന്ന പോലെ ഞാനും എല്ലാത്തിനും പേര് കൊടുക്കും. അക്ഷരശ്ലോകത്തിനൊക്കെ പേര് കൊടുക്കും. അക്ഷരശ്ലോകത്തിന് പേര് കൊടുത്തിട്ട് ഞാൻ മുങ്ങിക്കളയാ സമയമാകുമ്പോ സ്കൂളിന്റെ നേരെ വാക്കിൽ എൻ്റെ വീട്. ഞാൻ അവിടെ പോയി വീട്ടിൽ പോയി അകത്ത് പോയിരിക്കും. അപ്പൊ ഇവിടെ മൈക്കൂടെ അനൗൺസ്മെന്റ് നമ്മുടെ പേര് വിളിച്ചു പറയും. സാജു ചെസ് നമ്പർ 1 സാജു എന്ന് വിളിക്കുമ്പോ എന്റെ അമ്മ ഞാൻ എന്താ ഇവിടെ കുഴപ്പമുണ്ടാക്കിയിട്ട് വന്നേക്കണമെന്ന് വേണ്ട അമ്മ ഇരിക്കുന്നത്. പരിപാടി കയറാൻ വിളിച്ചാൽ പറഞ്ഞിട്ടല്ല, വേറെ എന്താ പറഞ്ഞ അമ്മ അവിടെ നിന്ന് വലിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുവരും. ഇതാണ് ആള്. അല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ പ്രിൻസിപ്പൾ പറയും തങ്കപ്പനെ വിളിക്കും. വീടിങ്ങനെ കവച്ചു വെച്ച് എന്റെ വീട്ടിലേക്ക് എത്തും. അങ്ങനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ പഠിക്കുമ്പോൾ ഞാൻ കുറേ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് മുമ്പ് സാറിന്റെ തലയിൽ കൈവച്ചിട്ട് വന്നു, ഈ തോറ്റു പോകുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ ജയിച്ചിട്ട് ചെന്നു, സാറേ ഞാൻ ജയിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് സാറ് പറയും ഈ മോഡറേഷൻ എന്നുള്ള പരിപാടി എന്നെടുത്ത് കളഞ്ഞു, അതുപോലെ നിന്നെ പോലത്തെ മണ്ടന്മാരും ജയിക്കുന്നു പറഞ്ഞു. ഇപ്പൊ ഇല്ല മോഡറേഷൻ ഇല്ല. പക്ഷെ പ്രീ ഡിഗ്രിക്ക് എല്ലാത്തിനും എനിക്ക് എ ആയിരുന്നു. പ്രീ ഡിഗ്രി ഫൈനൽ എക്സാമിന് എല്ലാം എനിക്ക് എ ആയിരുന്നു. മറ്റേ ഇപ്പൊ A+ അല്ലേ ഇത് ആബ്സെന്റ്. എല്ലാ വിഷയവും ആബ്സെന്റ് ആയിരുന്നു. ക്ലാസ് കിട്ടിയത് എന്നും മറ്റേ മനസ്സിൽ അതാണ് മഞ്ഞപ്പിത്തം വന്നവൻ എല്ലാം മഞ്ഞാന്ന് പറഞ്ഞ പോലെയാണ്. മനസ്സിൽ അതാണ്. അതെ, നമ്മളിപ്പോ ഇവിടെ ഞാൻ എന്നെ കൊണ്ട് പാട്ട് പാടിച്ച്, പിന്നെ എൻ്റെ പഴയ കഥകൾ, എന്നെ ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ, സിനിമയിൽ വന്നിട്ടുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അതുപോലെ നിങ്ങളോട് എല്ലാവരും എനിക്ക് കാര്യം ചോദിക്കാം, നിങ്ങൾ ഈ പാചക പരിപാടിയായിട്ട് നടന്നിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത്? ഒരുപാടുണ്ട്. മെയിനായിട്ടുള്ള സംഭവം പറയാം. അല്ല എനിക്കറിയാം നിങ്ങൾ അത്ര ഫേമസ് ആണ്, എന്തെങ്കിലും ഉണ്ടാവുന്നറിയാം. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങള് എവിടെ സദ്യ ഉണ്ടാക്കിയാലും വിളമ്പാൻ പറ്റില്ല. അതെന്താ കയ്യിലാർക്കും പിടിക്കും? അല്ല അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞങ്ങള് നമ്മള് ഈ പെരുമ്പളത്താണ്. പെരുമ്പളത്ത് ഒരു 2000 പേരുടെ സദ്യ ഒരു കല്യാണത്തിന്. 2000 പേരുടെ സദ്യ? 2000 പേര് ഭയങ്കര ഗംഭീര സദ്യയാണ്. 2000 പേർക്കുള്ള സദ്യയാണ്. ഞങ്ങൾ വന്ന് ഏൽപ്പിച്ച് 2-3 ദിവസം പായസവും കറിയും ഒക്കെ ആയിട്ട് വിപുലമായിട്ട് സദ്യ ഞങ്ങളവിടെ ചെന്ന് സംഭവം 2000 പേർക്കുള്ള സദ്യ ഞങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുണ്ടാകും. പക്ഷെ വിളമ്പാൻ പറ്റിയില്ല. അതെന്താ പ്രശ്നം? എന്താ? പെണ്ണൂരത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി. പെണ്ണ് ഒളിച്ചോടി പോയാ? വെട്ടിമൂടി 2000 പേരെ സദ്യ വെട്ടിമൂടി. പക്ഷെ പെണ്ണിന്റെ അച്ഛൻ വിട്ടില്ല. അയാൾക്ക് വാശി ഈ കല്യാണം നടത്തണം. ഈ ഒളിച്ചോടി പോയ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് പിറ്റേ മാസം അതേ മുഹൂർത്തത്തിൽ തന്നെ ഒരു കല്യാണം കൂടെ ഉറപ്പിച്ചു. ഒരു 1500 പേരുടെ സദ്യ. 1400 100 പേര് പിണങ്ങി പോയി. 100 പേര് പിണങ്ങി പോയി. ഈ പെണ്ണോളിച്ചോടിയപ്പോ 100 പേര് പിണങ്ങി പോയി. 1500 പേർക്കുള്ള സദ്യങ്ങൾ ഗംഭീരമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി. പക്ഷെ അത് വിളമ്പാൻ പറ്റിയില്ല. അതെന്താ? പെണ്ണിന്റെ അമ്മ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി. ഇവർക്ക് ഇത് തന്നെ വെച്ച് കേട്ടാണ്. പിന്നെ വെട്ടിമൂടി. ആ ഭക്ഷണം വെട്ടിമൂടി. 1400 പേരുടെ സദ്യ ഞങ്ങൾ വെട്ടിമൂടി കളഞ്ഞു. അതയാൾക്ക് ഭയങ്കര വാശി. അപ്പൊ ഭാര്യ പോയ ദുഃഖത്തിന് അയാൾ എന്ത് ചെയ്തു? വേറൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഈ പുള്ളി വേറെ കല്യാണം കഴിക്കണം. വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അടുത്ത മാസം കറക്റ്റ് മുഹൂർത്തത്തിൽ എടുത്ത് ഒരു 1000 പേരുടെ സദ്യ 980 പേര് ഉഗ്രായിട്ട് ഞങ്ങൾ പാചകം ചെയ്തു. പക്ഷെ അതും വിളമ്പാൻ പറ്റിയില്ല. അതെന്താ? ഭാര്യ ഒളിച്ചോടി പോയി. പുള്ളിയുടെ ഭാര്യ നേരത്തെ ഒളിച്ചോടി പോയതല്ലേ? ആ പുള്ളിയുടെ ഭാര്യയല്ല, ഈ പുള്ളിയുടെ ഭാര്യ വിളിച്ചോടി പോയി. ഞാൻ വല്ലപ്പോഴൊക്കെ വീട്ടിൽ പോകാറുള്ളത്. ഞങ്ങള് ചിരിച്ചിരിച്ചു. ഫോൺ വന്നാ ഞങ്ങളുടെ നാട്ടിൽ സദ്യ ഭയങ്കര സദ്യ ഉണ്ണ ഒരാളുണ്ട്. വിളിക്കാത്തടത്തൊക്കെ പോയി സദ്യ ഉണ്ണും. വിളിക്കാത്ത സദ്യ ഉണ്ണ ആരും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സദ്യ ഉണ്ട്, അത് പുള്ളിയുടെ അവകാശമാണ്. പുള്ളി ഒന്നും കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഫ്രണ്ട് ഇടിച്ച് കയറിയിട്ട് തെക്കി അമ്മക്ക് കയറി ഫസ്റ്റ് സീറ്റിൽ നിന്ന് വേണം പുള്ളി കഴിക്കാൻ. അത് എവിടെയാണെങ്കിലും ഷട്ടർ വെക്കുമ്പോൾ ഷട്ടറിന്റെ എന്റെ കൂടെ ഇങ്ങനെ തിരക്കിൽ ഇടിച്ച് കയറി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു വേർത്ത് കുളിച്ചിരിക്കുമ്പോഴത്തേക്ക് ചോറ് കൊണ്ട് തരുമ്പല്ലേ അതൊരു സുഖമാണ് പുള്ളിക്ക്. അങ്ങനെ പുള്ളി തിന്ന് മക്കളൊക്കെ വലുതായി. അപ്പൊ മക്കൾക്ക് പിന്നെ ഇത് നാണക്കേടായി തുടങ്ങി. അച്ഛനിങ്ങനെ പോയിട്ട് ഇടിച്ച് കയറി തിന്നൊക്കെ ഭയങ്കര മോശമായിട്ട് വന്നിട്ട് മക്കളെ കൂടി പ്ലാൻ ചെയ്തിട്ട് അച്ഛനെ മേലെ നമുക്ക് വിടരുത്, അച്ഛനെ വീട്ടിൽ കൂച്ചി പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ പുറത്ത് വിടാതെ വീട്ടിൽ തന്നെ ഇട്ടേക്ക് സദ്യ ഉണ്ടായി. പിന്നെ ഒരു ശല്യമില്ല പുള്ളിനെ കൊണ്ട്. എങ്ങും വിളിക്കാത്തത് കല്യാണം കൂടുതൽ ഒരു പ്രശ്നമില്ല. പക്ഷെ വേറൊരു പ്രശ്നം പുള്ളിക്ക്, വീട്ടിലെ പുള്ളിക്ക് ഉച്ചയ്ക്ക് ചോറ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഓടി വാഴത്തോട്ടത്തിൽ കയറിയിട്ട് തിക്കി നമുക്ക് വാഴയൊക്കെ ഒതുക്കിയിട്ടിട്ടേ പുള്ളി കഴിക്കോളൂ.
ഇത്ര വർഷങ്ങളായിട്ടുള്ള ശീലമാണ് പുള്ളി. ശീലായിപ്പോയി. തെക്കി വന്നിട്ട് പുള്ളിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഓടി വാഴയുടെ ഇറങ്ങിയാണ് ഞൊളച്ച് കയറിയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചു സുഖമായിട്ട്. അത്താഴം വിളക്കുമ്പോൾ ഓടും പറമ്പിലേക്ക്. അതായത് വാഴത്തോട്ടത്തിൽ ട്യൂബിലായിട്ട് ഇട്ട് കൊടുത്തേക്ക് അത്രയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി അരയേക്കർ വാഴത്തോപ്പം മേടിച്ചിട്ട് ആ അപ്പൊ എന്താ പേര്? ചന്ദ്രിക. ഇയാളുടെ ഭാര്യ ഒളിച്ചോടി പോയതും നമ്മുടെ ചന്ദ്രികയും. നമുക്ക് ചന്ദ്രികയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൊയ്ത്തുപാട്ട് പാടാം. പോയി. ഇതിപ്പോ പച്ചക്കറി ഇങ്ങനെ അരിയണ്, നെല്ല് ഇങ്ങനെ കൊയ്യണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ചന്ദ്രികയെ നോക്കി നമ്മുടെ ഈ ഇരിക്കുന്ന അദ്ദേഹം പാടുന്നൊരു പാട്ട്, കൊയ്ത്തുപാട്ട്. ആ ചക്രം ചവിട്ടിക്കണ്ട, വെള്ളം ഇറക്കിണ്ട് നോക്കി ഒന്ന് പാടുന്ന പാട്ട്. അത് എപ്പോഴും ഉള്ളതാ. അപ്പൊ നമുക്ക് പാടാം. നിങ്ങളൊന്ന് ഹമ്മിങ് കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കണേ. അപ്പൊ രണ്ടുപേരും കൊയ്ത്തുപാട്ട് നമുക്ക് പാടാം. ഓണമല്ലേ? പുഞ്ചപ്പാടത്ത് കണ്ടു നിന്നെ ഞാൻ പെണ്ണാളേ, ഓ അന്നു തൊട്ടെന്റെ നെഞ്ചകം തുള്ളണ് കണ്ണാളേ, ഓ പുഞ്ചപ്പാടത്ത് കണ്ടു നിന്നെ ഞാൻ പെണ്ണാളേ, ഓ അന്നു തൊട്ടെന്റെ നെഞ്ചകം തുള്ളണ് കണ്ണാളേ, ദയ്യര 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 ദയ്യാരോ, ഓ ദയ്യര 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 ദയ്യാരോ. ചേറിൽ നിന്നു നീയും നെൽമണി കൊയ്യുമ്പോൾ, ചേറിൽ നിന്നു നീയും നെൽമണി കൊയ്യുമ്പോൾ, ചേരോടെ തമ്പുരാൻ നോക്കി നിന്നേ, ചേരോടെ തമ്പുരാൻ നോക്കി നിന്നേ. അഴകിന്നഴകൊത്ത മുത്തുവിയർപ്പു തുള്ളി, അഴകിന്നഴകൊത്ത മുത്തുവിയർപ്പു തുള്ളി, കോർത്തൊരു മാല എനിക്കേകാമോ. പുഞ്ചപ്പാടത്ത് കണ്ടു നിന്നെ ഞാൻ പെണ്ണാളേ, അന്നു തൊട്ടെന്നെ നെഞ്ചകം തുള്ളണ് കണ്ണാളേ, ദയ്യകതയ്യകതയ്യകതയ്യകതയ്യാരോ, 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 ദയ്യകതയ്യകതയ്യകതയ്യകതയ്യാരോ. അപ്പേ നമ്മുടെ ഭക്ഷണത്തിന് കാര്യമേ നിങ്ങൾക്ക് നല്ല സ്വാദിഷ്ടമായ ഒരു ഓണസദ്യ കഴിച്ചാൽ പോരെ? എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിനും എന്റെ ഫാമിലി, എന്റെ വന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും നല്ല ഭക്ഷണം. അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതാണ് പറയണത്. തൃപ്പൂണിത്തുറയിലെ പ്രശസ്തമായ പൂർണ്ണശ്രീ കാറ്ററിംഗ്, അവിടെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നല്ല ഒന്നാന്തര ഓണസദ്യ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചുണ്ടാകും. അല്ല, അപ്പൊ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കണല്ലേ? ഞങ്ങളും പൂർണ്ണശ്രീയിൽ കാറ്ററിംഗിൽ ഓർഡർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് വർഷങ്ങളായിട്ട്. അപ്പൊ ആക്രാന്ത ഷാജി നമുക്ക് അടിച്ചു പൊളിച്ചാലോ? ആക്രാന്ത ഷാജി അല്ല, പാഷാണ ഷാജി. ഇതൊരു കാര്യം ചെയ്തേ, അവിടെ വിളിച്ചു പറഞ്ഞിട്ട് 2 കൂട്ടം പായസം വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 2 കൂട്ടം വേണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മതി. അതെന്താ? ഒരെണ്ണം ഞാനുണ്ടാക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന്. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ പായസം ഉണ്ടാക്കാം. അപ്പൊ ഈ ഓണത്തിന് പാഷാണത്തിന്റെ വക, പാഷാണം ചേർക്കാത്ത ഒരു അടിപൊളി പാൽ പായസം. ഓക്കെ, ഇതിന് വേണ്ടത് മെയിൻ സാധനം, മെയിൻ ആയിട്ട് ഈ ഉരുളി വേണം, അല്ലാതെ പായസം ഉണ്ടാക്കാൻ പറ്റില്ല. അതല്ല സാധനങ്ങൾ. സാധനങ്ങളിൽ ഏറ്റവും ആദ്യം വേണ്ടത് തീപ്പെട്ടിയാണ്. അതെന്റെ ഉണ്ട്. അങ്ങനെ തീ കത്തി. നീ പാല്. ദൈവമേ ദൈവമേ കാത്തുരക്ഷിക്കണേ. രക്ഷിക്കണേ. ആശാനില്ലാത്തതാണ്, പായസമാണ്, പാളരുത്. ആശാനല്ല പാഷാണല്ലോ ഉണ്ടാക്കണം. എന്ത് കാര്യം? ആശാനില്ലെങ്കിൽ ആശാനിലേക്ക് എനിക്ക് പേടിയാണ്. പായസം ഞാനേ ഉണ്ടാക്കണം. ഇതില് പാഷാണം ഉണ്ടല്ലോ. പാൽ കുടിച്ചോ കേട്ടാ. ഇതിപ്പോ വെള്ളത്തിൽ പോയി ചത്ത നോക്കിക്കണ പോലെ ഇങ്ങനെ നോക്കിക്കണ്ട, വേറെ കണക്കൊക്കെ നോക്കിക്കോ. ഒരു പാട്ടായാലോ? പൂനുള്ളിപ്പുമ്പാള കുമ്പിൽ നിറഞ്ഞു, വാ ആലകളിൽ പാലമൃതാൽ കവിള് ചുരന്നു, മാമ്പൂ മണവും കുളിരും മാടി വിളിക്കേ, കുറുമൊഴിയുടെ കവിളിനയിൽ കുങ്കുമമേറ്റു, കുങ്കുമമേറ്റു, വെള്ളാരപ്പൂമലമേലെ വീട്ടി വീട്ടി, ആകാശത്തു മുടി ചൂടി, വെള്ളാരം പട്ട് ചുറ്റി, ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. ഓണത്തിനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലോ, ഒരുപാട് പാട്ടുകൾ. ഓണപ്പൂവേ. ഓണപ്പൂവുണ്ട്, പിന്നെ ഇതുണ്ട് നമ്മുടെ MG ശ്രീകുമാർ പാടിയാണ്, യേശുദാസ് പാടിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഉത്രാട്. പാതിര കിളി, അതും ഓണത്തെ കുറിച്ചുള്ള ഓണത്തിന് പാട്ടല്ലേ? ഓണമായി ഇതാ. അത് ദാസേട്ടൻ പാടിയ പാട്ട്, കിഴക്കൻ പത്രോസ് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്. അല്ല, ഓണത്തിന് സന്തോഷം വരുമ്പോൾ മാത്രമല്ല പാടുന്നത് ഓണപ്പാട്ട്. സങ്കടം വരുമ്പോഴേ ഏതൊരു പടത്തിൽ ചേരാൻ വേണ്ടി തല്ലുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കിടന്ന് പാടാനില്ല. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, തല്ലുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് അന്നേരം പാടാം. നമുക്ക് ഓണലടി
കുച്ചേട്ടൻ തീരെ കിടപ്പിലല്ലേ കുച്ചേട്ടൻ നോക്കണേ. ഇട്ടോ പഞ്ചസാര ഇട്ടോ മൊത്തത്തിലോ? ഇല്ലല്ല, മൊത്തത്തിലൊരു പഞ്ചാരയാണ് ഇട്ടോ. ഇപ്പൊ ഏകദേശം നമ്മുടെ പാല് റെഡിയായി വന്നിട്ടുണ്ട്. തിളച്ചു തുടങ്ങിയ ആ ഒന്നോടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ സേമിയ ഇടും. സേമിയാണ് ഇതിക്കുന്നത്. ഓക്കെ, പ്രിയമുള്ളവരുടെ നമ്മുടെ പ്രിയ താരം പാഷാണ ഷാജി ഒരുക്കുന്ന നല്ല ഒന്നാതര സേമിയ പായസമാണ് ഓണത്തിന് റെഡിയാകുന്നത്. പാഷാണ ഷാജിക്ക് ഇതിനുള്ള ധൈര്യം പകർന്നത് ശരിക്കും പറഞ്ഞാൽ മെയിൻ പാചകക്കാരൻ നീലൻ, അതുപോലെ തന്നെ കറുപ്പൻ, പിന്നെ ഞങ്ങളുടെ എല്ലാമായ ചന്ദ്രിക പാചകക്കാരി, പിന്നെ ഈ ചെമ്പനും കൂടെ ഒന്നിച്ചപ്പോൾ ഉഗ്രൻ ഒരു പായസമാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സേമിയ ഏകദേശം പാല് തിളച്ച് വന്നിട്ടുണ്ട്. സേമിയ ഇതാ അഞ്ജന അങ്ങനെ സേമിയോ വിതറിക്കൊണ്ടിരിക്കുകയാണ്. സേമിയ ഇട്ടു. ഇതില് പ്രത്യേകം ഈ സേമിയ ഇടുന്നതിലാണ് ആ കാര്യം. അതാണ് ആ പായസത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സേമിയ ഇടുന്നതിലാണ് ഹൈലൈറ്റ്. അതാണ് സ്വാദ് വരുന്നത്. അല്ല, അതല്ല സേമിയ ഇടുന്നതിൽ കാര്യം തന്നെയാണ്. കാരണം സേമിയ കറക്റ്റ് അളവില്ലാതെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചമ്പായി പോകും. ഇപ്പൊ ഇവന് ഇട്ടില്ലേ, തെറ്റിച്ചിട്ടു. തെറ്റിച്ചിട്ട് വേറെ ഇനി മോശമാക്കി ഞാൻ പറയുന്നത്. ഗംഭീരമായൊരു ഒരു പാൽ പായസം ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പപ്പടവും പഴവും എല്ലാം കൂടി ചേർത്ത് നമ്മളൊരു പിടിയൊക്കെ പിടിച്ച് നന്നായിട്ട് കഴിക്കും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകർക്കും വായിൽ വെള്ളം മൂടുന്ന അതിരസകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ല, അവർക്ക് വെള്ളം എനിക്കിപ്പോ തന്നെ കേട്ടിട്ട് എന്താ പോലെ ഇങ്ങനെ വന്നു. എനിക്കും പുള്ളി ഇഞ്ചി ഇടാലായതുകൊണ്ട് വലിയ വേറെ സൂക്ഷിച്ചൊന്ന് എപ്പോഴാ അടുത്ത് ഇഞ്ചി ഇടണേന്ന് അറിയില്ല. അപ്പൊ ഇഞ്ചി തിന്ന കൊരങ്ങെന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു നിപ്പ് കണ്ടോ. ഈ പായസം ഞാൻ ഉണ്ടാക്കി തരും ഒരു ദിവസം എല്ലാവർക്കും. ഇത് ആറന്മുള ചുണ്ടമ്പള്ളോ ഇങ്ങനെ ഇട്ട് വലിക്കാനായിട്ട് ഞാൻ ഇളക്കിക്കോളാം. അടുക്കി പിടിക്കാൻ കിടക്കണം. ഇതിൽ ഏലക്ക ഇടണം, കിസ്മിസ് ഇടണം, അങ്ങനെ എല്ലാം നമ്മൾ നെയ്യിൽ വറുത്തെടുത്തിട്ടാണ്. പിന്നെ അതിന് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കും. മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത് തന്നെ നമ്മുടെ പായസത്തിന് കൊഴുപ്പും ടേസ്റ്റും കൂടാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ് ടേസ്റ്റ് വരും, അതിന് വേണ്ടിയിട്ടാണ്. കാരണം മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത് തിളച്ചു പോകും. നോക്കട്ടെ, പിന്നെ വേണമെങ്കിൽ രുചിക്ക് വേണ്ടി ഇത്തിരി വാനില എസൻസും കൂടി ചേർക്കാം. ഇതിൽ ഇനിയിപ്പോൾ എന്തിട്ട് ഒരു രുചി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അമ്മാതിരി നോട്ടം നോക്കിയിട്ടിരിക്കുന്നത്. ഇളക്കണം കാണാൻ ഇഷ്ടമല്ലേ? അതെ. ആ നിന്നിട്ട് കാല് വേദന എടുക്കും. ഒന്ന് പിടിച്ചേ അങ്ങോട്ട്. മാവേലി വാണൊരു മാമല നാടിന്ന് പാർട്ടിക്കാർ വാഴുമി കേരള നാട്. അണ്ടനടകോടന്മാര് ഭരിച്ച് നാട്ടാരും മൊത്തത്തിൽ നട്ടം തിരിഞ്ഞു. മാവേലി വാണൊരു മാമല നാടിന്ന് പാർട്ടിക്കാർ വാഴുമി കേരള നാട്. അണ്ടനടകോടന്മാര് ഭരിച്ചു നാട്ടാരും മൊത്തത്തിൽ നട്ടം തിരിഞ്ഞു. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. 5 വയം മാറി ഭരിക്കണ മന്ത്രിമാരും ഗ്രൂപ്പുകളെ കൈത്തൊഴിലാക്കിയ രാഷ്ട്രീയ പാർട്ടികളും പെൺവാണിഭം നേരം പൊക്കാക്കിയ സാറുമാരും കുട്ടിച്ചോറായി മാറ്റിയ നാടിന്റെ രോദനം കേട്ടിടണം. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്നു നന്നാകും ഈ കേരളത്തിന്റെ സ്വന്തം നാട്. ഇപ്പോഴത്തെ പെട്ടിക്കടകൾക്ക് അലങ്കാരമായി ഹാൻസിന്റെയും പാൻപരാഗിന്റെയും മിന്നുന്ന മാല കാണാം. 10 പോലും പ്രായം തികയാത്ത ഭീകിരികൾ ഹാൻസിന്റെ ഒപ്പം ക്യാൻസറും വാങ്ങിട്ട് താങ്ക്സും പറഞ്ഞുപോയി. കൈക്ക് തരിപ്പ്, തലക്ക് വെരിപ്പ്, കാലിന് നല്ലൊരു ഗ്രിപ്പ്. ഹാൻസ് വെച്ചിട്ട് അവൻ അറിയുന്നുണ്ടോ മോളിലെ കുടലുള്ള ട്രിപ്പ്. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്ന് നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. വന്ന് ഞാനെല്ലാം മറന്ന് ഞാൻ വേറെ റൂട്ടൊക്കെ ആയി പോയി. ഞാൻ നിങ്ങളോടൊക്കെ ചേർന്നു എന്നൊരു സംശയം. പടം വിട്ടിട്ട് നമ്മൾ ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ ചെക്കാണോ? ഇവിടെ ചെക്കല്ല, ഇവിടെ ഞെക്കാണ്. അല്ല, ക്യാഷ്. എന്നാ കുഴപ്പമില്ല, ഞാൻ വരാം. എടുത്തോളൂ. പാഷാണമില്ലാത്ത പാഷാണ ഷാജിയുടെ പായസം റെഡി. ആദ്യം ഉണ്ടാക്കിയാളോ വാങ്ങി. അല്ല, അതല്ല, അത് നിങ്ങൾ കഴിക്കാം. ഇതാണ് കഴിച്ചോ? പാഷാണം ഉണ്ടാക്കിയ പാഷാണമില്ലാത്ത പാൽപ്പായസം. പാൽപ്പായസം. അതെ, ഒരു കാര്യം പറഞ്ഞു.
പ്രേക്ഷകർക്ക് കൊടുത്തില്ല. പായസം പായസം അല്ല, പിന്നെ പായസം എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? ഒരു ഓണാശംസ പറയാം. അയ്യോ, ശരിയാണല്ലോ. ഓക്കെ, റെഡി ഓണാശംസകൾ.